നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം ഘോഷയാത്ര. പാണ്ഡവന്മാർ കാമികവനത്തിലെ താമസം അവസാനിപ്പിച്ച് വീണ്ടും ദ്വൈതവനത്തിലെത്തി. അവിടെ ജനവാസമില്ലാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് പർണശാല കെട്ടി താമസമാക്കി. അവിടെ നിന്നും നോക്കിയാൽ ചുറ്റുപാടുമുള്ള മനോഹരമായ കാടുകളും പർവ്വതങ്ങളും നദികളും കാണാമായിരുന്നു. യുധിഷ്ഠിരാദികൾ അവിടെ എത്തിയ വിവരം പറഞ്ഞ് ധാരാളം തപസ്സികളും ബ്രാഹ്മണരും തീർത്ഥാടകരും പാണ്ഡവന്മാരെ കാണാൻ വന്നുകൊണ്ടിരുന്നു. അവരെ എല്ലാം യുധിഷ്ഠിരൻ ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്തു. അവർ ചില ദിവസങ്ങൾ അവിടെ താമസിക്കുകയും ചെയ്തു. ഇപ്രകാരം പാണ്ഡവന്മാരുടെ സങ്കേതത്തിൽ ഏതാനും ദിവസം താമസിച്ച ഒരു വിപ്രൻ അവിടുന്ന് ഹസ്തിനപുരിയിലെത്തി ധൃതരാഷ്ട്രനെ സന്ദർശിച്ചു. അദ്ദേഹത്തോട് താൻ പാണ്ഡവന്മാരെ കണ്ടതും അവർ അനുഭവിക്കുന്ന ക്ലേശങ്ങളും മറ്റും സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രരുടെ മനസ്സ് കാരുണ്യം കൊണ്ട് അലിഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരൻ താനാണല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പശ്ചാത്താപത്താൽ വിവശമായി. എന്നാൽ രാജ്യവും ധനവും എല്ലാം ഉപേക്ഷിച്ച് അനാഥരായി അവശരായി വനത്തിൽ കഴിച്ചു കൂട്ടുന്ന പാണ്ഡവന്മാരെ ബ്രാഹ്മണരും തപസ്സികളും ബഹുമാനിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് അസൂയ കലുഷിതമായി. അർജുനൻ ഉടലോടെ സ്വർഗത്തു പോയി പരമേശ്വരനോടും ദേവന്മാരോടും വിശിഷ്ടവും ദിവ്യവുമായ ആയുധങ്ങൾ നേടി മടങ്ങിയെത്തിയതിൽ അദ്ദേഹം ഭയവിഹ്വലനായി. സ്വർഗത്തിൽ പോയവർ ഭൂമിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കാറില്ല. അതിന് വിപരീതമായി അർജുനൻ മടങ്ങി വന്നത് കൗരവന്മാരോടുള്ള പക പോക്കുന്നതിനായിരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭയം വർദ്ധിച്ചു. മൃഗോദരന് സുയോധനാദികളോടുള്ള വൈരം എത്രമാത്രമാണ് എന്ന് ചിന്തിച്ചപ്പോൾ ഭീമന്റെ അസാമാന്യമായ ശക്തിയെ ഓർത്ത് ധൃതരാഷ്ട്രൻ നടുങ്ങി. സത്യധർമ്മത്തെ ആദരിച്ചു മാത്രം അടങ്ങിയിരിക്കുന്ന പാണ്ഡവന്മാർ സമയമാകുമ്പോൾ അവരുടെ ശക്തി പ്രകടിപ്പിക്കും. അപ്പോൾ കൂലം കുത്തി ഒഴുകുന്ന നദീപ്രവാഹത്തിൽ വൃക്ഷങ്ങൾ കടപുഴകി ഒഴുകിപ്പോകുന്നത് പോലെ കൗരവർ ഒഴുകിപ്പോകാതെ ഇരിക്കുകയില്ല. ആ സന്ദർഭത്തിൽ കൗരവരുടെ തുണയ്ക്ക് ആരും ഉണ്ടായിരിക്കുകയുമില്ല. ഇപ്രകാരമെല്ലാം ഉറക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിക്കാൻ തുടങ്ങി. ദുര്യോധനന്റെ മാതുലനായ ശകുനി ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ദുഷ്ടപ്രവർത്തികൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ശകുനി. അയാൾ നേരെ ദുര്യോധനെ സമീപിച്ചു. കർണനും അപ്പോൾ സുയോധനനോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി കർണന്റെ ദുർബുദ്ധി. ധൃതരാഷ്ട്രനും ദ്വൈതവനത്തിൽ നിന്ന് വന്ന ബ്രാഹ്മണനുമായി ഉണ്ടായ സംഭാഷണമെല്ലാം ശകുനി ദുര്യോധനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ ദുര്യോധനന് വിഷാദം തോന്നി. കർണൻ പറഞ്ഞു, എന്തിനാണ് വിഷാദിക്കുന്നത്? അങ്ങയേക്കാൾ ശക്തനായി ഏതെങ്കിലും രാജാവുണ്ടോ? സകല രാജാക്കന്മാരും ഭവാന് കപ്പം തരുന്നില്ലേ? എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യവും അങ്ങയ്ക്കുന്നില്ലേ? അങ്ങയുടെ ഇപ്പോഴുള്ള പ്രഭാവവും പ്രൗഢിയും അഗതികളായ പാണ്ഡവന്മാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം. ശത്രുവിന്റെ ദുഃഖം നേരിൽ കാണുന്നത് ഒരു പ്രത്യേക സുഖമാണ്. വൽക്കലം ചുറ്റി ദുഃഖിച്ചു കഴിഞ്ഞുകൂടുന്ന ദ്രൗപദിയെ പട്ടുടയാട ചാർത്തി പരിലസിക്കുന്ന കൗരവപത്നിമാർ നേരിൽ കാണട്ടെ. അപ്പോൾ പാഞ്ചാലിയുടെ ദുഃഖം വർദ്ധിക്കും. അത് കാണാൻ എന്തൊരു രസമാണ്. നിരാധാരരായി നിസ്തേജരായി കഴിയുന്ന ഭീമനും അർജുനനുമൊക്കെ അങ്ങയുടെ ഐശ്വര്യവും പ്രൗഢിയും കാണുമ്പോൾ നാണിച്ച് മഞ്ഞളിക്കും. അങ്ങയുടെ മുഖത്തു നോക്കാനുള്ള ധൈര്യം പോലും അവർക്കുണ്ടാവുകയില്ല. ദരിദ്രരായ അവരെ കാണുമ്പോൾ അങ്ങയ്ക്കുണ്ടാവുന്ന മനോസുഖം അതിരറ്റതായിരിക്കും. അതുകൊണ്ട് പരിവാര സമേതനായി അങ്ങ് ദ്വൈതവനത്തിലേക്ക് പുറപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഭലേ ബേഷ് എന്ന് പറഞ്ഞ് ശകുനി കർണന്റെ അഭിപ്രായം ശരിവെച്ചു. കർണൻ പറഞ്ഞതെല്ലാം കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നത് കൊണ്ട് ദുര്യോധനൻ സന്തോഷിച്ചു. എന്നാൽ അത് നടക്കുന്ന കാര്യമല്ല എന്നോർത്ത് മ്ലാനവതനായി. സുയോധനൻ പറഞ്ഞു, കർണ, നീ പറഞ്ഞൊക്കെ ശരിയാണ്. എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ്. തോലും മരവുരിയും ചുറ്റി ദർഭപുല്ല് കിടന്നുറങ്ങുന്ന പാണ്ഡവന്മാരെയും കഷായ വസ്ത്രം ചുറ്റി ദീനയായി നടക്കുന്ന ദ്രൗപദിയെയും കാണുന്നതിനേക്കാൾ ആനന്ദകരമായ കാഴ്ച വേറെ എന്താണ് ഉള്ളത്? പക്ഷേ ദ്വൈതവനത്തിലേക്ക് പോകാൻ അച്ഛൻ അനുവാദം തരികയില്ല. പാണ്ഡവന്മാർ തപോബലം കൊണ്ട് നമ്മേക്കാൾ മേലെയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. കർണൻ, അത് സാരമില്ല. അദ്ദേഹത്തിന്റെ അനുവാദം ലഭിക്കുന്നതിന് ഞാൻ ഒരു ഉപായം കണ്ടുപിടിക്കാം. നീ വിഷമിക്കേണ്ട. നാളെ രാവിലെ നമുക്ക് അദ്ദേഹത്തെ കാണാം. അപ്പോൾ എല്ലാം ശരിയാകും. അടുത്ത ദിവസം കാലത്ത് ശകുനിയും കർണനും ദുര്യോധനും കൂടി ധൃതരാഷ്ട്രന്റെ സമീപത്ത് എത്തി. കുശലപ്രശ്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർണൻ മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്നതനുസരിച്ച് സമങ്കൻ എന്ന പശുപാലൻ രാജാവിന്റെ മുന്നിലെത്തി. അവൻ പശുക്കളുടെ വൃത്താന്തമെല്ലാം രാജാവിനെ അറിയിച്ചു. ഉടൻ കർണൻ ദുര്യോധനനെയും ശകുനിയെയും കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, വനപ്രദേശങ്ങളിൽ നമുക്ക് ധാരാളം ഘോഷങ്ങളെ പറയുമ്പോൾ ഗോശാലകൾ ഉണ്ടല്ലോ.
അതൊക്കെ പരിശോധിക്കുകയും പശുക്കുട്ടികൾക്ക് മുദ്ര വയ്ക്കുകയും ചെയ്തിട്ട് വളരെ കാലമായി. ആകയാൽ അതിലേക്കായി അങ്ങയുടെ പുത്രനെ വനത്തിലേക്ക് അയച്ചാലും അക്കൂട്ടത്തിൽ വേട്ടയാടുകയും ചെയ്യാം. ധൃതരാഷ്ട്രൻ അല്പസമയം ആലോചിച്ചിരുന്നു. അതിനുശേഷം പറഞ്ഞു, നായാട്ടും ഗോക്കളെ പരിശോധിക്കുന്നതും നല്ലത് തന്നെ. എന്നാൽ പാണ്ഡവന്മാർ അവിടെ എവിടെയോ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞു. ആ നിലയ്ക്ക് നിങ്ങൾ അവിടെ പോകുന്നത് ശരിയല്ല. ഗർവ് കൊണ്ട് നിങ്ങൾ വല്ല തെറ്റും ചെയ്തു എന്ന് വരാം. അപ്പോൾ പാണ്ഡവന്മാർക്ക് നിങ്ങളോടുള്ള അമർഷം വർദ്ധിക്കും. ധർമ്മപുത്രൻ ക്ഷമയുള്ളവനാണ് എങ്കിലും ഭീമൻ അങ്ങനെയല്ല. അവൻ നിങ്ങളോട് പക വീട്ടുന്നതിനും തക്കം നോക്കിയിരിക്കുന്നവനാണ്. അർജുനൻ ദേവലോകത്ത് പോയി ദിവ്യമായ അസ്ത്രങ്ങൾ സമ്പാദിച്ചു കൊണ്ട് വന്നിട്ടുണ്ടത്രേ. അവനും ഭീമസേനനും കൂടിയാൽ അവർക്ക് നിങ്ങളെ വകവരുത്താൻ ഒരു പ്രയാസവുമില്ല. നിങ്ങൾ വലിയ സൈന്യബലത്തോടു കൂടി പോയാൽ വനവാസം ചെയ്യുന്ന പാണ്ഡവരെ ആക്രമിക്കാൻ പോയെന്ന് ജനങ്ങൾ ആരോപിക്കും. അതുകൊണ്ട് പശുക്കളെ കണ്ട് പരിശോധിക്കുന്നതിന് വിശ്വസ്തരായ ആൾക്കാരെ അയച്ചാൽ മതി. ശകുനി പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ പാണ്ഡവന്മാർ താമസിക്കുന്ന പ്രദേശത്തു പോകാതെ മറ്റു സ്ഥലങ്ങളിൽ തന്നെ ഗോക്കളെ പരിശോധിക്കുകയും വേട്ടയാടുകയും ചെയ്തു കൊള്ളാം. യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനാണ്, സത്യം പാലിക്കുന്നവനാണ്. ഭീമനും അർജുനനും അദ്ദേഹത്തിൻ്റെ ആജ്ഞ പാലിക്കുന്നവരാണ്. ആ നിലയ്ക്ക് അവരാരും ധർമ്മപുത്രന്റെ അഭിപ്രായത്തിന് വിപരീതമായി ഞങ്ങളോട് ഏറ്റുമുട്ടാൻ ഒരുപെടുകയില്ല. ധൃതരാഷ്ട്രൻ തികച്ചും വൈമനസ്യത്തോടെ ഘോഷയാത്ര, അതായത് ഗോശാലകളിലേക്കുള്ള യാത്ര നടത്തുന്നതിന് ദുര്യോധനാദികൾക്ക് അനുമതി നൽകി. രാജാക്കന്മാർ ഘോഷയാത്ര പോകുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. അത് അവരുടെ പ്രതാപം മറ്റുള്ളവരെ കാണിക്കുന്നതിന് കൂടി ആയിരുന്നു. പട്ടണങ്ങളിൽ കൂടിയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ കൂടിയുമാണ് അപ്രകാരമുള്ള ഘോഷയാത്ര പോകുന്നത്. ദുര്യോധനൻ പ്രധാനമായും കാട്ടിലേക്കാണ് ഘോഷയാത്ര പോകുവാൻ തയ്യാറായത്. നിസ്സഹായരായി അനാഡംബരായി കഴിയുന്ന പാണ്ഡവന്മാരെ തങ്ങളുടെ ഐശ്വര്യവും അധികാരപ്രമത്തതയും കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ദുര്യോധന പ്രഭൃതികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. രാജാവിൻ്റെ അനുമതി ലഭിച്ച ഉടനെ തന്നെ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ദുര്യോധനനും കർണനും ശകുനിയും കൂടാതെ ദുര്യോധനന്റെ എല്ലാ സഹോദരന്മാരും അവരവരുടെ പത്നിമാരോടും നിരവധി അന്തഃപുര സ്ത്രീകളോടും കൂടി ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ തയ്യാറായി. അസംഖ്യം ആനകളും കുതിരകളും തേരും സജ്ജീകരിച്ചു. ആയുധധാരികളായ സേനാനായകന്മാരും സൈന്യങ്ങളും മന്ത്രിമാരും സാമന്തന്മാരും പൗരജനങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു. ഇതെല്ലാം കൂടി ആയപ്പോൾ അതൊരു വമ്പിച്ച ഘോഷയാത്രയ്ക്ക് വേണ്ടതെല്ലാം ആയി. ആകാശം മുഴങ്ങുന്ന വാദ്യഘോഷങ്ങളോടും ആർപ്പുവിളികളോടും കൂടി ഘോഷയാത്ര പുറപ്പെട്ടു. പട്ടണങ്ങളും ഗ്രാമപ്രദേശങ്ങളും കടന്ന് ഘോഷയാത്ര കാട്ടിലേക്ക് നീങ്ങി. ഗോക്കളെ പരിശോധിക്കണമെന്നും നായാട്ട് നടത്തണമെന്നും മറ്റും ധൃതരാഷ്ട്രനോട് പറഞ്ഞുവെങ്കിലും യഥാർത്ഥ ഉദ്ദേശം അതല്ലായിരുന്നുവല്ലോ. ആകയാൽ ഘോഷയാത്ര നേരെ ദ്വൈതവനത്തെ ലക്ഷ്യം വെച്ചാണ് നീങ്ങിയത്. അവർ ദ്വൈതവനത്തിൻ്റെ പ്രാന്തങ്ങളിലെത്തി താവളമുറപ്പിച്ചു. വിജനവും നിശബ്ദവുമായിരുന്ന കാട് മുഴുവൻ ജനബഹുലവും കോലാഹലപൂരിതവുമായി. അവർ നാമമാത്രമായി പശുക്കളെ പരിശോധിക്കുകയും കിടാങ്ങളെ മുദ്രവയ്ക്കുകയും ചെയ്തു. ഗോപാലന്മാർക്ക് ധാരാളം സമ്മാനം നൽകി അവരെ സന്തോഷിപ്പിച്ചു. വേട്ടയാടുകയും ചെയ്തു. 3-4 ദിവസം അപ്രകാരം കഴിച്ചുകൂട്ടി. പാണ്ഡവന്മാരാരും തന്നെ കൗരവരുടെ താവളത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. ഇനി ഗന്ധർവ കൗരവ യുദ്ധം. ദ്വൈതവനത്തിൽ മനോഹരമായൊരു പൊയ്ക ഉണ്ടായിരുന്നു. അതിലിറങ്ങി ജലക്രീഡ നടത്തുന്നതിന് കൗരവന്മാർ തീരുമാനിച്ചു. അപ്പോഴാണ് ഏതാനും ഗന്ധർവന്മാർ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ദുര്യോധനൻ അറിഞ്ഞത്. കൗരവന്മാർ തങ്ങളുടെ പത്നിമാരോടും അന്തഃപുര സ്ത്രീകളോടും കൂടി ജലക്രീഡ നടത്താൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് പൊയ്കയുടെ കരയ്ക്ക് നിന്ന് ഗന്ധർവന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് അവരെ അറിയിക്കാനായി ദുര്യോധനൻ മന്ത്രിമാരെ അയച്ചു. അവർ ഏതാനും ഭടന്മാരോടുകൂടി പൊയ്കയിലേക്ക് തിരിച്ചു. അവരെ ഗന്ധർവന്മാർ വഴിയിൽ തടഞ്ഞു നിർത്തി. ദുര്യോധനന്റെ ആജ്ഞ കേട്ടപ്പോൾ ഗന്ധർവന്മാർ മന്ത്രിമാരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആജ്ഞ പുറപ്പെടുവിച്ച ദുര്യോധനൻ ഒരു മരമണ്ടനാണ്. നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ തിരിച്ചു പോവുക, ഇല്ലെങ്കിൽ നിങ്ങൾ യമപുരിയിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിന്നാൽ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ മന്ത്രിമാരും ഭടന്മാരും ദുര്യോധനെ സമീപിച്ച് വിവരമറിയിച്ചു. ദുര്യോധനൻ കോപം കൊണ്ട് അലറി, എന്ത്, അവർ പോവുകയില്ലെന്നോ? ഗന്ധർവന്മാരല്ല, ദേവന്മാർ തന്നെ ഇന്ദ്രനോടുകൂടി വന്നാലും ഒരൊറ്റ എണ്ണത്തെയും വിടരുത്. ഇത് ദുര്യോധനന്റെ കൽപ്പനയാണ്. മന്ത്രിമാരും സേനാനായകന്മാരും ഭടന്മാരെ മുഴുവൻ സജ്ജീകരിച്ച് ഗന്ധർവന്മാരോട് യുദ്ധത്തിന് തയ്യാറായി. സമരവാദ്യങ്ങളാലും ആയുധശബ്ദങ്ങളാലും ഭടന്മാരുടെ അട്ടഹാസങ്ങളാലും അന്തരീക്ഷം മുഖരിതമായി. കർണൻ, ശകുനി, ദുര്യോധനൻ, ദുശാസനൻ എന്നിവർ മുന്നണിയിൽ നിന്നുകൊണ്ട് ഘോരമായ യുദ്ധം ആരംഭിച്ചു. രണ്ടു പക്ഷത്തും ധാരാളം പേർ മരിച്ചു. കൗരവന്മാർ നിരാശരാകാതെ പോരാടി. അവർ ജയിക്കും എന്നുള്ള നിലവന്നു.
തങ്ങൾക്ക് ക്ഷീണമേർപ്പെടുന്നുവെന്ന് തോന്നിയ ഗന്ധർവന്മാരിൽ ചിലർ ഓടിപ്പോയി അവരുടെ രാജാവായ ചിത്രസേനനെ വിവരം അറിയിച്ചു. ചിത്രസേനൻ കൂടുതൽ ഗന്ധർവന്മാരോടുകൂടി സമരാങ്കണത്തിലെത്തി. അവന്റെ മായാസ്ത്ര പ്രയോഗത്തിന് മുന്നിൽ കൗരവന്മാർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചിത്രസേനൻ മോഹനാസ്ത്രമെയ്ത് എല്ലാവരെയും മോഹിപ്പിച്ചു. മോഹാലസ്യം വിട്ട് കൗരവർ എഴുന്നേറ്റപ്പോൾ ഗന്ധർവന്മാർ അവരെ 100 കണക്കിന് കൊന്നൊടുക്കി. തങ്ങളുടെ ആൾക്കാർ ചത്തുവീഴുന്നത് കണ്ട് കൗരവപട പരിഭ്രമിച്ചു. അവർ ഛിന്ന ഭിന്നമായി 4 പാട് മൂടി ഒളിച്ചു. തന്റെ അഭ്യാസം മുഴുവൻ പ്രയോഗിച്ച കർണൻ പോലും ഗന്ധർവന്മാരോട് എതിരിടാൻ ശക്തനല്ലാതെ പടക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിപ്പോയി. ചിത്രസേനൻ ദുര്യോധന്റെ രഥം തകർത്തു, കുതിരകളെ കൊന്നു, അവനെയും അനുജനെയും ബന്ധിച്ചു. അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു സഹോദരന്മാരെയും അവരുടെ സ്ത്രീകളെയും എല്ലാം തടവുകാരാക്കി. പടക്കളത്തിൽ നിന്ന് ഓടിപ്പോയ കൗരവമന്ത്രിമാർ നേരെ പാണ്ഡവന്മാരുടെ അടുത്തേക്കാണ് പോയത്. തങ്ങൾക്ക് ഗന്ധർവന്മാരിൽ നിന്നുണ്ടായ പരാജയവും ദുര്യോധനെയും മറ്റും ബന്ധനസ്ഥനാക്കിയ വിവരവും അവർ പാണ്ഡവന്മാരെ അറിയിച്ചു. ദുര്യോധനനെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോൾ ഭീമൻ പൊട്ടിച്ചിരിച്ചു. അവൻ പറഞ്ഞു, വളരെ നന്നായി. ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഗന്ധർവന്മാർ ചെയ്തിരിക്കുന്നു. അശക്തന്മാരെ ദ്രോഹിക്കുന്നവർക്ക് മറ്റാരെങ്കിലും തക്ക ശിക്ഷ കൊടുക്കും എന്ന് ഇപ്പോൾ മനസ്സിലായോ? പ്രതാപം കാണിച്ച് ഞങ്ങളെ പരിഹസിക്കാനല്ലേ ദുര്യോധനൻ വന്നത്? അവന്റെ ദുഷ്ടവിചാരത്തിന്റെ ഫലമായിട്ടാണ് അവൻ തന്നെ നാശത്തിൽ കുടുങ്ങിയത്. അധർമ്മം ചെയ്യുന്നവന്റെ അനുഭവം ഇപ്രകാരമാണ്. ധർമ്മപുത്രൻ ഇത് കേട്ട് ഭീമനോട് കയർത്തു. അദ്ദേഹം പറഞ്ഞു, ഭീമ, നിർത്ത്. ഇത് കോപിക്കേണ്ട സന്ദർഭമല്ല. ബന്ധുക്കൾ തമ്മിൽ പിണങ്ങും, കലഹിക്കും. എന്നാലും കുലധർമ്മം ഒരിക്കലും വിസ്മരിക്കരുത്. ദുര്യോധനനെ ഗന്ധർവന്മാർ ബന്ധിക്കുകയും കൗരവ സ്ത്രീകളെ അവർ തടവിലാക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ കുലത്തോടുള്ള ആക്രമണമായി കരുതണം. തന്നെയുമല്ല, ശത്രുവാണെങ്കിൽ പോലും ശരണാഗതന്മാരെ ഉപേക്ഷിക്കുന്നത് രാജധർമ്മമല്ല. ദുര്യോധനന്റെ ആൾക്കാർ നമ്മെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീയും അർജുനനും മാതൃയന്മാരും കൂടി പോയി ദുര്യോധനനെ ബന്ധനവിമുക്തനാക്കണം. നിവൃത്തിയുള്ളിടത്തോളം യുദ്ധം ചെയ്യാതെ കാര്യം നേടാൻ ശ്രമിക്കുക. ആവശ്യമാണെങ്കിൽ യുദ്ധം ചെയ്യാനും പഠിക്കേണ്ട, ഒട്ടും അമാന്തിക്കരുത്. ജ്യേഷ്ഠന്റെ കൽപ്പന കേട്ടപ്പോൾ പാണ്ഡവ സഹോദരന്മാർ 4 പേരും ക്ഷണനേരം കൊണ്ട് പോർച്ചട്ടയണിഞ്ഞ് ആയുധം ധരിച്ച് ദുര്യോധനന്റെ മന്ത്രിമാരോടുകൂടി അവർ കൊണ്ടുവന്നിരുന്ന തേരിൽ തന്നെ കയറി ഗന്ധർവന്മാരുടെ അടുക്കലേക്ക് കുതിച്ചു. തടവിലാക്കിയവരെയും കൊണ്ട് ഗന്ധർവലോകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പാണ്ഡവന്മാർ ഗന്ധർവന്മാരെ തടഞ്ഞു. തന്റെ സഹോദരന്മാരെയും മറ്റും വിട്ടയക്കണമെന്ന് അർജുനൻ ചിത്രസേനനോട് ആവശ്യപ്പെട്ടു. അയാൾ അതിന് വഴങ്ങിയില്ല. യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ കൗരവരെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പാണ്ഡവർക്ക് ബോധ്യമായി. യുദ്ധം ആരംഭിച്ചു. ക്രമേണ അത് ഭയാനകവും കഠിനവുമായി തോന്നുന്നു. അർജുനൻ തന്റെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ചിത്രസേനൻ മായായുദ്ധം നടത്തി. പാണ്ഡവന്മാരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അത് ഫലിച്ചില്ല. കിരീടിയുടെ തീക്ഷ്ണങ്ങളായ ബാണങ്ങളുടെ മുന്നിൽ ചിത്രസേനന്റെ ആയുധവും ആളുകളും വാഹനങ്ങളും നശിച്ചു. അവസാനം ചിത്രസേനൻ തോൽവി സമ്മതിച്ച് വിജയന്റെ മുന്നിലെത്തി പറഞ്ഞു, ഹേ അർജുന, യുദ്ധം നിർത്തുക. ഞാൻ ഭവാന്റെ സഖാവാണ്. അർജുനൻ വില്ലിൽ തൊട്ട് അസ്ത്രം പിൻവലിച്ചു. മറ്റുള്ളവരും യുദ്ധം നിർത്തി. അർജുനൻ ചിത്രസേനനോട് കുശലപ്രശ്നം നടത്തിയിട്ട് ചോദിച്ചു, എന്തിനാണ് ഭവാൻ കൗരവരെ തോൽപ്പിച്ച് ദുര്യോധനെയും മറ്റും ബന്ധിച്ചത്? ചിത്രസേനൻ, സുയോധനനും കൂട്ടരും കാട്ടിൽ വന്നത് നിങ്ങളെയും പാഞ്ചാലിയെയും അപഹസിക്കാനാണ്. ഇവരുടെ മനോഗതം മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ദുര്യോധനനെ ബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുചെല്ലണമെന്ന് എന്നോട് നിർദ്ദേശിച്ചു. അതനുസരിച്ചാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. അർജുനൻ, നീ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ നീ തെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഇവരെ മോചിപ്പിക്കണമെന്ന് ധർമ്മപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കത് നിറവേറ്റാതിരിക്കാൻ സാധ്യമല്ല. ഇവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങൾ തമ്മിൽ എതിർക്കുമ്പോൾ ഞങ്ങൾ 5 പേർ 100 പേർ. അന്യൻ വന്ന് ആക്രമിക്കുമ്പോൾ ഞങ്ങൾ 105 പേറുകളാകും. ചിത്രസേനൻ, ദുഷ്ടന്മാരായ ഇവരുടെ ഹീനമായ ഉദ്ദേശം ധർമ്മപുത്രൻ അറിഞ്ഞിരിക്കുകയില്ല. മതോന്മത്തനായ ദുര്യോധനൻ മോചനത്തിന് അർഹനല്ല. ഏതായാലും നമുക്ക് യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പോകാം. അദ്ദേഹത്തോട് കാര്യമൊക്കെ പറയാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാം. അവരെല്ലാവരും കൂടി യുധിഷ്ഠിരന്റെ അടുത്തെത്തി. ചിത്രസേനൻ അദ്ദേഹത്തോട് ദുര്യോധന്റെ ദുഷ്ടവിചാരത്തെ പറ്റി പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതൊന്നും കാര്യമായി കരുതിയതേയില്ല. അദ്ദേഹം പറഞ്ഞു, ചിത്രസേന, ദുര്യോധനെ കെട്ടഴിച്ചുവിടൂ. ചിത്രസേനൻ എല്ലാവരെയും മോചിപ്പിച്ചു. യുധിഷ്ഠിരൻ, ഭാഗ്യം ഭാഗ്യം, നിങ്ങൾ സർവശക്തരായിട്ടും ദുര്യോധനെ കൊല്ലാതിരുന്നത് ഭാഗ്യം. കൗരവരെയെല്ലാം വിട്ടയച്ചതുകൊണ്ട് എൻ്റെ കുലത്തിന് നഷ്ടമില്ലാതായി. നിങ്ങൾ ചെയ്തത് വലിയ ഉപകാരമായി ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് ദുര്യോധനാദികളെ കൊണ്ട് ഉപദ്രവമൊന്നും ഉണ്ടായില്ലെന്ന് ദേവേന്ദ്രനെ അറിയിക്കുക. ചിത്രസേനനും ഗന്ധർവന്മാരും പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ഇന്ദ്രന്റെ അടുത്തെത്തി.
വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഇന്ദ്രൻ വളരെ സന്തോഷിച്ചു. അമൃതം തളിച്ച് മരിച്ച ഗന്ധർവന്മാരെയെല്ലാം അദ്ദേഹം ജീവിപ്പിച്ചു. ദുര്യോധനന് ഏറ്റ അപമാനം. ബന്ധനവിമുക്തരായ ധാർത്തരാഷ്ട്രന്മാരും കൂട്ടുകാരും ലജ്ജിതരായി തലകുനിച്ച് നിൽക്കുകയായിരുന്നു. ധർമ്മപുത്രൻ ദുര്യോധനെ വിളിച്ച് അരികിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഉണ്ണി, വിഷമിക്കേണ്ട. മേലിൽ ഇപ്രകാരമുള്ള സാഹസത്തിന് ഒരുമ്പെടരുത്. സാഹസം പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും സുഖമുണ്ടാവുകയില്ല. സമാധാനമായി ഹസ്തിനപുരിയിലേക്ക് മടങ്ങിപ്പോവുക. നിശേഷം പരാജിതനും അപമാനിതനുമായ ദുര്യോധനന് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയായിരുന്നു. അവൻ യുധിഷ്ഠിരനെ വണങ്ങിയിട്ട് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. അഹങ്കാരത്തോടെ അടിപ്പാടി ആർത്തുല്ലസിച്ച് കാട്ടിലേക്ക് പോയ ദുര്യോധനാദികൾ ഒരു നല്ല പങ്ക് ചത്തൊടുങ്ങി. ധാരാളം ആനകളും കുതിരകളും അവർക്ക് നഷ്ടപ്പെട്ടു. രഥങ്ങൾ ഛിന്നഭിന്നമായി. ഗന്ധർവന്മാർ അവരെ ബന്ധനസ്ഥരാക്കിയത് നാണക്കേടിന് ഇടയാക്കി. തങ്ങളുടെ ബദ്ധവിരോധികളായ പാണ്ഡവന്മാരുടെ സഹായം കൊണ്ടാണ് തങ്ങൾ മോചിതരായത് എന്ന് വന്നപ്പോൾ അത് കൂടുതൽ അപമാനകരമായി തോന്നി. തങ്ങളുടെ ഐശ്വര്യവും പ്രതാപവും കാണിച്ച് തങ്ങളിൽ പാണ്ഡവന്മാർക്ക് അസൂയ തോന്നണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പോയ കൗരവന്മാർ അവസാനം പാണ്ഡവരോട് അസൂയ തോന്നി മടങ്ങുകയാണ് ഉണ്ടായത്. ഇതെല്ലാം ദുര്യോധനന്റെ മനസ്സിനെ വളരെ അസ്വസ്ഥമാക്കി. അവൻ അത്യന്തം നിരാശനായി. നാണക്കേടുകൊണ്ട് മറ്റുള്ളവരുടെ മുഖത്തു നോക്കാൻ പോലും അവന് കഴിവില്ലാതായി. ഇത്രത്തോളം അപമാനഭാരത്തോടെ എന്തിനാണ് ജീവിക്കുന്നത് എന്നുവരെയായി അവൻ്റെ ചിന്ത. അവസാനം പ്രായോപവേശം, അതായത് പട്ടിണി കിടന്നുള്ള മരണം ചെയ്യാൻ തന്നെ ദുര്യോധനൻ തീരുമാനിച്ചു. ഹസ്തിനപുരിയിലേക്കുള്ള മാർഗമധ്യേ ഒരു വിജന പ്രദേശത്തെത്തി ഏകനായിരുന്നു. യുദ്ധരംഗത്തു നിന്ന് നേരത്തെ ഓടിപ്പോയ കർണൻ ദുര്യോധനൻ ഒറ്റയ്ക്കിരിക്കുന്നതായി അറിഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്നു. ഗന്ധർവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ദുര്യോധനൻ വിജയിയായി മടങ്ങിയെത്തിയിരിക്കുകയാണെന്നായിരുന്നു അവൻ്റെ ധാരണ. താൻ ഓടിപ്പോയതിൻ്റെ ജാള്യത കർണനുണ്ടായിരുന്നു. കർണൻ പറഞ്ഞു, നമ്മുടെ സൈന്യം തിരിഞ്ഞോടിയപ്പോൾ അവരുടെ പിന്നാലെ പോയി അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ശ്രമിക്കാനാണ് ഞാൻ യുദ്ധക്കളത്തിൽ പോയത്. ഭവാൻ ഒറ്റയ്ക്ക് തന്നെ ഗന്ധർവന്മാരോട് പോരാടി ജയിച്ചുവല്ലോ. അങ്ങയെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ശക്തന്മാരായ അവരെ ജയിക്കാൻ സാധ്യമല്ല. ഞാൻ അങ്ങയെ അനുമോദിക്കുന്നു. ദുര്യോധനൻ, കർണ, നീ കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത്. ഗന്ധർവന്മാർ എന്നെയും സഹോദരന്മാരെയും നമ്മുടെ സ്ത്രീകളെയും മറ്റും ബന്ധനസ്ഥരാക്കി. വിവരമറിഞ്ഞു വന്ന പാണ്ഡവന്മാർ അവരോട് ഏറ്റുമുട്ടി ചിത്രസേനൻ കീഴടങ്ങി. പിന്നീട് അവനും അർജുനനും കൂടി ചിരിച്ച് കളിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് എന്തൊരു സ്നേഹപഠനമായിരുന്നു. ബന്ധിതനായി നിന്ന് എനിക്ക് ആ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ധർമ്മപുത്രൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഞങ്ങളെയൊക്കെ മോചിപ്പിച്ചത്. പാണ്ഡവരുടെ കാരുണ്യം കൊണ്ട് മാത്രം ഗന്ധർവന്മാരിൽ നിന്നും രക്ഷപ്പെട്ട ഞാൻ ഇന്ന് അവരുടെ പരിഹാസത്തിന് പാത്രമായിരിക്കുകയാണ്. ശത്രുവിൻ്റെ സഹായത്താൽ രക്ഷപ്പെട്ട ഏതു മാനിയാണ് ജീവിതം കാംക്ഷിക്കുക? ഞാൻ പ്രായോപവേശം ചെയ്യാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാം ഹസ്തിനപുരിയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. അപ്പോഴേക്കും ശകുനിയും ദുശാസനനും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. കർണൻ, ദുര്യോധന, നീ മൂഢനെ പോലെയാണ് സംസാരിക്കുന്നത്. നീ രാജ്യം ഭരിക്കുന്ന രാജാവാണ്. പാണ്ഡവന്മാർ ഇപ്പോൾ നിന്റെ പ്രജകളും. സഹായിക്കുക എന്നത് അവരുടെ കർത്തവ്യമാണ്. അങ്ങനെ അവർ സഹായിച്ചു. അതിൽ നിനക്ക് കുറച്ചിലൊന്നുമില്ല. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? ദുഃഖിതന്റെ ദുഃഖം ഒരിക്കലും കൂടുതൽ ദുഃഖിച്ചതുകൊണ്ട് നീങ്ങുകയില്ല. അത് മനസ്സുകൊണ്ടാണ് നീക്കേണ്ടത്. അതുകൊണ്ട് ധൈര്യം കൈക്കൊള്ളുക. ശകുനിയും ദുര്യോധനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെയും സന്തോഷത്തെയും അടക്കാൻ കഴിയാത്തവൻ പച്ച കളിമൺ കുടം പോലെ നശിച്ചു പോകും. അങ്ങനെയുള്ളവൻ രാജ്യത്വത്തിന് അർഹനല്ല. അതുകൊണ്ട് നീ ഹസ്തിനപുരിയിലേക്ക് മടങ്ങണം, ശകുനി ഉപദേശിച്ചു. ദുശാസനൻ ജ്യേഷ്ഠന്റെ കാലും പിടിച്ച് കേണപേക്ഷിച്ചു. ജ്യേഷ്ഠ, അങ്ങ് പട്ടിണി കിടന്നു മരിക്കരുത്. ഞാൻ ഭവാനെ കൂടാതെ ഭൂമി പാലിക്കുകയില്ല. അങ്ങ് 100 വർഷം രാജ്യഭാരം നടത്തി നമ്മുടെ കുലത്തിൽ ശോഭിക്കണം. സഹോദരന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്ത്വന വാക്കുകളൊന്നും ദുര്യോധനെ തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. അദ്ദേഹം ദർഭ വിരിച്ച് അതിന്മേൽ കിടന്നു. മറ്റെല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരിപ്പായി. സമയം അർദ്ധരാത്രിയായി. എല്ലാവരും ക്ഷീണിതരായി നല്ല ഉറക്കമായിരുന്നു. ഈ സമയത്ത് പാതാളവാസികളായ അസുരന്മാർ കൃത്യ എന്ന ഭൂതത്തെ ദുര്യോധന്റെ അടുത്തേക്ക് അയച്ചു. അവൾ ദുര്യോധനെ പാതാളത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. അസുരന്മാർ ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, ഭവാൻ ഭരതകുലത്തിൻ്റെ നാഥനാണ്. അങ്ങ് പ്രായോപവേശത്തിന് തുനിയുന്നത് സാഹസമാണ്. ആത്മത്യാഗം ചെയ്യുന്നവൻ ദുഷ്കീർത്തിയും അപമാനവുമാണ് അനുഭവിക്കുന്നത്. ഭവാൻ കേവലം മനുഷ്യനല്ല, ദിവ്യനാണ്. ഭവാൻ വിഷാദിക്കരുത്. ഭവാന്റെ സഹായത്തിന് വീരന്മാരായ അസുരന്മാർ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ട നരകാസുരന്റെ ആത്മാവ് കർണനിൽ പ്രവേശിച്ചു നിൽപ്പുണ്ട്. അവൻ അർജുനനെ കൊല്ലും. അതുപോലെ മറ്റ് അസുരന്മാരുടെ ആത്മാക്കൾ ഭീഷ്മർ, വിതുരൻ, കൃപൻ മുതലായവരെ ബാധിക്കുന്നതാണ്. അവരെല്ലാം പാണ്ഡവർക്കെതിരായി നിനക്ക് വേണ്ടി പോരാടും.
യുദ്ധത്തിൽ പാണ്ഡവന്മാരെ ഉന്മൂലനാശം ചെയ്യാൻ നിനക്ക് കഴിയും. ദേവന്മാർക്ക് പാണ്ഡവന്മാരെന്ന വണ്ണം അസുരന്മാരായ ഞങ്ങൾക്ക് ഭവാനാണ് ശരണം. അതുകൊണ്ട് ഹസ്തിനപുരിയിലേക്ക് മടങ്ങി രാജ്യഭാരം നടത്തുക. അസുരന്മാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധനന് ആശ്വാസമായി. അവർ അവന് ജയാശംസകൾ നേർന്നു. ഉടൻ തന്നെ അവനെ എടുത്ത് ഭൂമിയിലെത്തി. അവൻ കിടന്നിരുന്ന സ്ഥലത്ത് കിടത്തിയിട്ട് മടങ്ങിപ്പോയി. കാലത്ത് ഉണർന്നപ്പോൾ രാത്രിയിൽ നടന്നതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് ദുര്യോധനന് തോന്നിയത്. എങ്കിലും പാണ്ഡവന്മാരെ ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അവനുണ്ടായി. രാത്രിയിൽ നടന്ന സംഭവമൊന്നും അവൻ ആരെയും അറിയിച്ചില്ല. ദുര്യോധനന്റെ ചുറ്റുമുണ്ടായിരുന്നവർ ഉണർന്നു എഴുന്നേറ്റു. ദുര്യോധനിൽ പ്രകടമായൊരു മാറ്റം അവർ കണ്ടു. ഇത് കണ്ട് കർണൻ പറഞ്ഞു, ദുര്യോധന, എഴുന്നേൽക്കുക. 13 വർഷം കഴിഞ്ഞ് പാണ്ഡവന്മാർ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ അർജുനനെ കൊല്ലും എന്ന് ഇതാ ആയുധം തൊട്ട് സത്യം ചെയ്യുന്നു. വരൂ, നമുക്ക് ഹസ്തിനപുരിയിലേക്ക് പോകാം. ഭയത്തിനോ മരണത്തിനോ ഉള്ള കാലമല്ല ഇത്. തലേ ദിവസം രാത്രിയിൽ നടന്ന സംഭവങ്ങളെല്ലാം ഓരോന്നായി ദുര്യോധനന്റെ മനസ്സിൽ കൂടി കടന്നുപോയി. കർണന്റെ വാക്കുകൾ നരകാസുരന്റെ വാക്കുകൾ പോലെ ദുര്യോധനന് തോന്നി. അവൻ പ്രായോപവേശ ശ്രമം അവസാനിപ്പിച്ച് അരമനയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി ഹസ്തിനപുരിയിലേക്ക് യാത്രയായി. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.